ഇത് റംസാൻ മാസമാണ്. ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് അറിയപ്പെടുന്ന ഒരു മാസമാണ് റമദാൻ. അപ്പോൾ ഈ മാസത്തിൽ മുസ്ലിങ്ങൾ നോമ്പ് നോക്കാൻ കഴിവുള്ള എല്ലാവരും നോമ്പ് നോക്കണം എന്നുള്ളതാണ്. നോമ്പെന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതായത് രാവിലെ ഒരു 5 മണിക്ക് മുമ്പായിട്ട് മുതൽ ഉള്ള സമയം മുതൽ വൈകുന്നേരം, ഇവിടെ എറണാകുളം ആണെങ്കിൽ 6:36 വരെയുള്ള സമയം, അതായത് ഒരു 13.5 മണിക്കൂർ വരും. അത്രയും സമയം ജലപാനങ്ങളില്ലാതെ നല്ല മനസ്സോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിലാണ്. ഒന്നും പാടില്ല, ജലപാനമില്ല, അതുപോലെ തന്നെ ആഹാരമില്ല, ഒന്നും കഴിയാൻ പാടില്ല. ഒരുപാട് വളരെ ചിട്ടവട്ട, അതായത് മറ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിലക്കുകളുണ്ട്. ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിലക്കുകളുണ്ട്. ഈ വിലക്കുകളെല്ലാം അതുപോലെ പാലിച്ചുകൊണ്ട് വേണം ഈ നോമ്പ് നോക്കാൻ. അപ്പോൾ ഞാൻ ഈ നോമ്പ് കാലത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദൂരെയുള്ള പ്രോഗ്രാംസിനൊന്നും ഞാൻ പോകാറില്ല ഒരിക്കലും. ദൂരെയൊക്കെ, അതായത് കാർ യാത്രയൊക്കെ ഒരുപാട് ചെയ്യുക എന്നൊക്കെ പറയുന്നിടത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അതുകൊണ്ട് വല്ല അടുത്തെങ്ങാനും ഉള്ളതാണെങ്കിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എന്തെങ്കിലും ഇതേപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിന് അതേ ഉള്ളൂ. ഞാൻ അങ്ങനെയുള്ള പ്രോഗ്രാംസിനെ പോകാറുള്ളൂ. രാഷ്ട്രീയക്കാരുടെ പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് നമുക്ക് ഒരുപാട് അച്ചടക്കം പാലിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ക്ഷമ വേണം. അതുപോലെ തന്നെ ഈ ആഹാരമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളമൊന്നും കുടിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്ക് ദേഷ്യം വരും. അതൊന്നും പാടില്ല. ആ ദേഷ്യമൊന്നും വരാതെ വേണം നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നു കൂടിയത് ഇപ്രാവശ്യം. ഞാൻ ഒരു ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അതിലെ ആ കമ്പനിയുടെ ചെയർമാൻ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അതിന് ഒരു ബോർഡ് മീറ്റിംഗ് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വന്നു. പുതിയ ചെയർമാനെ നിയമിക്കണം. മാനേജിങ് ഡയറക്ടറും ചെയർമാനും മരിച്ചു പോയത് ആൾ. മാനേജിങ് ഡയറക്ടർ വെക്കണം, ചെയർമാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ ബോർഡ് മീറ്റിംഗ് കൂടണം. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒന്ന് ചെല്ലാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചെല്ലാം. കാരണം ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആകെ 1 അവറേ ഉള്ളൂ. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 55 മിനിറ്റ് കൊണ്ട് ബാംഗ്ലൂർ ചെല്ലാം. ബാംഗ്ലൂർ ചെന്ന് പിന്നെ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ കാർ യാത്രയുണ്ട്, കമ്പനിയിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ മീറ്റിംഗ്, അതൊരു 1 മണിക്കൂർ മീറ്റിംഗ്, തിരിച്ചു വരണം. അപ്പോൾ ഞാനിവിടുന്ന് 10:45 ഇൻഡിഗോ ഫ്ലൈറ്റിന് ഞാൻ ഇവിടുന്ന് പോയി. ഒരു 1 മണിയെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കമ്പനിയിലെത്തി. 1 മണിയായപ്പോൾ. അത് കഴിഞ്ഞ് ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മീറ്റിംഗ് ഒക്കെ തുടങ്ങി. അതൊരു 3:30 കഴിഞ്ഞപ്പോൾ തീർന്നു. ഞാൻ വീണ്ടും എയർപോർട്ടിൽ ഒരു 5 മണിക്ക് എത്തി. 6:45 ഫ്ലൈറ്റിലാണ് എനിക്ക് തിരിച്ചു വരേണ്ടത്. അപ്പോൾ 6:36 നോമ്പ് തുറക്കണം. അപ്പം ഫ്ലൈറ്റിൽ അതിനു മുമ്പ് ബോർഡ് ചെയ്യും. അപ്പോൾ ബോർഡിങ് നേരത്തെയാണ്. 5:50 ബോർഡ് ചെയ്യാൻ തുടങ്ങി. ആ ഫ്ലൈറ്റ് നേരത്തെയാണ് വന്നത്. അതായത് ഒരു 6 മണിയായപ്പോൾ അതിൽ ബോർഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ മുമ്പിൽ സീറ്റിൽ 1C ആണ് എൻ്റെ സീറ്റ്. ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയമാവുന്നു നോമ്പ് തുറക്കാൻ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ല. നമ്മൾ ഈ ആഹാര സാധനങ്ങളൊന്നും ഫ്ലൈറ്റിൽ കൊണ്ട് കയറാൻ പാടില്ല, കൊണ്ടുപോകാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെടുത്ത് കളയും ഈ അവിടെ സെക്യൂരിറ്റി ചെക്കിൽ. അപ്പം ഞാൻ വെള്ളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അതിനകത്ത് കയറിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ 2 കൽപ്പിച്ച് എന്തായാലും ആ പെൺകുട്ടി എടുത്ത്, അതിലെ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത്, അതായത് ഒരു മുസ്ലിം പെൺകുട്ടി അല്ല എന്നതിനെ കണ്ടാൽ അറിയാം, ആരാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു പെൺകുട്ടി. ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഞാൻ ഫാസ്റ്റിങ്ങിലാണ്, ഐ വിൽ ടു ബ്രേക്ക് ഇറ്റ്, എനിക്കൊരു വെള്ളം. എന്ത് ഭവ്യതയോടും സന്തോഷത്തോടുകൂടിയാണെന്നറിയാം ആ പെൺകുട്ടി പെരുമാറിയത്. അയ്യോ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് തന്നവരോ, സാർ ഇത് എൻ്റെ ഒരു സംഭാവനയാണ് എന്നുള്ള നിലയ്ക്ക് അതൊരു റോബസ്റ്റ് ആപ്പിളും വേറെ ഏതാണ്ട് കഴിക്കാനുള്ള ഏതാണ്ട് ഒരു സാധനവും, അതേപോലെ തന്നെ പിന്നെ അത് ബാക്കിലേക്ക് പോയിട്ട് തിരിച്ച് ഒരു ഒമാൻ്റെ ഡേറ്റ്സ് ഏതാണ്ട് ഒരു ചെറിയ കവറ്, അത് ഇത്രയും കൊണ്ടുവന്നു. വളരെ വലിയ സന്തോഷത്തിലാണ്. ഇനി എന്തെങ്കിലും വേണമെന്ന്, എന്താ ഫ്ലൈറ്റ് പൊങ്ങാൻ പോവാണ്, എന്നാൽ എൻ്റെ ഇന്ന് ആ മുമ്പിലിരിക്കുന്ന എൻ്റെ ആ സാധനം വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ ബോർഡ്, അതുപോലും മാറ്റണമെന്ന് അവർ പറയുന്നില്ല. അപ്പം സാരമില്ല സാർ, ഇത് കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, ഫ്ലൈറ്റ് പൊങ്ങാൻ നേരത്ത് മാത്രം ഇതൊന്ന് മാറ്റിയാൽ മതി എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അതിന് മുമ്പേ അത് കഴിച്ചു തീർന്നു. വെള്ളവും ഇഷ്ടം പോലെ കുടിക്കാൻ കിട്ടി. അപ്പോൾ ഞാനത് ആലോചിക്കാൻ കാരണം, ഒരു മുസ്ലിം അല്ലാത്ത ഒരു പെൺകുട്ടി, അതായത് ആ ഇൻഡിഗോയിലെ ആ ഫ്ലൈറ്റിനെ ആ കമ്പനി വളരെ
സ്തുത്യർഹമായ ഒരു സേവനമാണ് നൽകിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അതായത് ഈ ഫാസ്റ്റിങ്, അതായത് നോമ്പ് നോക്കുന്നവർക്ക് തന്നെ കിട്ടുന്ന പ്രതിഫലം തന്നെ ഈ നോമ്പ് തുറക്കാൻ സഹായിക്കുന്നവർക്ക്, ആഹാരം കൊടുക്കുന്നവർക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് എന്ത് ഹാപ്പിയാണെന്നറിയാമോ. അത് വളരെ വളരെയധികം സന്തോഷമായി ആ കുട്ടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, അതൊരു മുസ്ലിം അല്ലായിരുന്നിട്ട് കൂടി അതിന് ഒരു യാത്രികന് ഇതേപോലുള്ളൊരു സേവനം നൽകണം എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇതാണ് മതേതരത്വം എന്ന് പറയുന്ന സാധനം. അല്ലാതെ നമ്മൾ ഈ കാണുന്ന ഇവിടെ കാണുന്ന CAA ഒന്നും അല്ല ഈ സെക്യുലറിസം എന്ന് പറയുന്നത്. ഈ സെക്യുലറിസം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ജനങ്ങളുടെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ ഇത് ഇഷ്ടം പാതിരിയുണ്ട്. ഈ കോമൺ ബ്രദർഹുഡ്, പൊതുവായ സാഹോദര്യം, അതെന്നെ അതിൻ്റെ സഹോദരനായിട്ട് കണക്കാക്കി എനിക്ക് അത് അത്രത്തോളം ആ രീതിയിൽ അത് എൻ്റെ ഒരു പ്രസൻ്റാണ്, ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാണ് എനിക്കിത് കൊണ്ടുതരുന്നത്. കാരണം വെജിറ്റേറിയൻ തന്നെയാണല്ലോ അത്. അപ്പോൾ ഇത് കൊണ്ടു തന്നതാണ് ഞാൻ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. അപ്പം മനസ്സിലാക്കേണ്ടതെന്നറിയോ, ജനങ്ങളുടെ ഈ മോശമായ ചിന്താഗതിയൊന്നുമില്ല. ഞാൻ ഈ നോമ്പ് നോക്കിയത് ആ കുട്ടിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ കാര്യമായിട്ട്, വളരെ പവിത്രമായിട്ട് അത് കണക്കാക്കിയിട്ട് അത് ചെയ്തതാണ്. അതൊരു മുസ്ലിം പെൺകുട്ടി അല്ലാതായിരുന്നിട്ട് കൂടി. അതാ ഞാൻ പറഞ്ഞേ, ഇതിന് ജാതി മതമൊന്നും വേണ്ട ഈ കാര്യത്തിൽ. കാരണം ഫാസ്റ്റിങ്ങിലിരിക്കുന്ന ഒരാൾ, അത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ, അയാളുടെ മതത്തിൻ്റെ ഒരു പ്രത്യേക ഇതാണ് ഫാസ്റ്റിങ് വേണം എന്നുള്ളത്. ഈ മാസത്തിൽ അത് നടത്തുന്നു. അയാൾക്കത് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സഹവാസി ചെയ്യേണ്ട ഒരു കാര്യം. ഒരു സഹോദരി, ആ കുട്ടി അത് ചെയ്തെന്നുള്ളതാണ് ഞാനതിൽ നിന്ന് കാണുന്നത്. കാരണം അത് ആ കടമ നിറവേറ്റിയതാണത്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന കോമൺ ബ്രദർഹുഡ്, പൊതുവായ സാഹോദര്യം എന്ന് പറയുന്നത് എനിക്ക് കാണാൻ പറ്റി. ഇതൊന്ന് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ കുട്ടിക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. അതേപോലെ തന്നെ ഇതേപോലുള്ള സ്റ്റാഫിനെ വേണം ഇത് എയർലൈനൊക്കെ കീപ്പ് ചെയ്യേണ്ടത്.